ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മല്ലു കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട് ഇപ്പോൾ കൊറോണ ഭീതിയിലാണ്. ഇപ്പോൾ കൊറോണ വൈറസ് നമ്മുടെ കയ്യെത്തും ദൂരത്ത് വരെ എത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് വരാതിരിക്കാൻ നമ്മൾ നല്ല ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം. നമ്മളതിനായിട്ട് അതിനെ തടയാൻ തന്നെ വേണം. നമുക്കത് വന്നുള്ള പ്രശ്നങ്ങളെ പറ്റി നിങ്ങൾ പല വീഡിയോയിലും നിങ്ങളുടെ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ട് ന്യൂസിലൊക്കെ വായിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്കതിനെ തടയാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കണം. അതിനായിട്ട് നമുക്ക് മാസ്ക് ഉപയോഗിക്കാം, അത് ഹാൻഡ് വാഷ് ഉപയോഗിക്കാം. ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നല്ല ഇടയ്ക്കിടയ്ക്ക് പോയി നല്ല കൈ കഴുകുക. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോണ സാഹചര്യത്തിൽ നമുക്ക് ഈ ഹാൻഡ് വാഷ് എപ്പോഴും ഉപയോഗിച്ച് കൈ കഴുകാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഹാൻഡ് സാനിറ്റൈസർ. അപ്പോൾ ഈ ഒരു ഹാൻഡ് സാനിറ്റൈസർ നമ്മൾ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചോദിച്ചപ്പോൾ നല്ല റേറ്റുമാണ്. പിന്നെ ചിലയിടത്ത് അതിൻ്റെ സ്റ്റോക്കില്ല. ഇത്രയും ഡിമാൻഡുള്ള ഈ സാഹചര്യത്തിൽ അതിൻ്റെ സ്റ്റോക്കില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഹാൻഡ് സാനിറ്റൈസർ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അണേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു റബ്ബിംഗ് ആൽക്കഹോളാണ്. ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിൽ ഏകദേശം 70% ആൽക്കഹോളാണ്. അപ്പോൾ ഇത് എല്ലാവരും മേടിക്കുക. 40 രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ഗ്ലിസറിനാണ്. ഇത് നമുക്ക് അധികം ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആദ്യം മേടിച്ചത് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അവസാനമായി വേണ്ടത് ഇതേപോലെ 2 കറ്റാർവാഴയുടെ ലീഫുകളാണ്. ഇതിൻ്റെ ഉള്ളിലെ ജെല്ലാണ് നമുക്ക് ആവശ്യം. ഇതില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ജെല്ല് യൂസ് ചെയ്താലും മതി. ആദ്യം നമുക്ക് കറ്റാർവാഴയിൽ നിന്ന് തുടങ്ങാം. കറ്റാർവാഴ ഇതേപോലെ ഒരു ലീഫ് എടുത്ത് ഇതേപോലെ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ അതിൻ്റെ പുറംതൊലി ഒന്ന് ചെത്തി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് മൊത്തം നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഒന്ന് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ജെല്ല് നമ്മളൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ജെല്ല് നല്ലപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ കട്ടയൊക്കെ ഒന്ന് ഉടയാൻ തരത്തിൽ ഇളക്കി കൊടുക്കാം. ആ കട്ടയൊക്കെ ഉടഞ്ഞ് നല്ലൊരു സൊല്യൂഷൻ പോലെ ആക്കി എടുക്കണം നമുക്കിതിനെ. ഇനി നമുക്ക് ഇതുപോലൊരു ബീക്കറിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച റബ്ബിംഗ് ആൽക്കഹോൾ ഒരു 10 ടീസ്പൂൺ നമ്മുടെ ഈ ബീക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെടുത്തു വെച്ച ഈ ഒരു ആൽക്കഹോളിലേക്ക് ആദ്യം നമ്മളെടുത്തു വെച്ച ഈ കറ്റാർവാഴയുടെ ജെല്ല് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗ്ലിസറിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ആൽക്കഹോള് എല്ലാ ഭാഗത്തേക്കും എത്തണം.
ഈ ആൽക്കഹോൾ എല്ലാ ഭാഗത്തേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചിലവരുടെ ശരീരത്തിൽ ഇത് പറ്റില്ല. അപ്പോൾ ചെറിയ ക്രാക്കൊക്കെ വരാൻ കാരണമാവും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ അലോവേര ആയിട്ടും നമ്മളുടെ ഗ്ലിസറിനൊക്കെ ആയിട്ട് നന്നായിട്ട് ചേരാൻ തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലൊരു പഴയൊരു ഹാൻഡ് വാഷിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒരു ബോട്ടിലെടുത്ത് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു ലിക്വിഡ് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം. അത് നമുക്ക് ഇതൊക്കെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഒന്ന് ഇതേപോലെ കയ്യിലേക്ക് എടുക്കാം. അതിന് ശേഷം അതവിടെ വെച്ചിട്ട് ഇനി നല്ലപോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ കണ്ട് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നതിന് പകരം വീട്ടിൽ ഉണ്ടാക്കി നോക്കട്ടെ. ഈ കൊറോണ വൈറസ് നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കാം. അപ്പോൾ അതൊക്കെ നോക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.